തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്, ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാക്കുന്നില്ല, നമ്മുടെ സമൂഹത്തിലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ആദ്യമേ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ഫാദർ ജെയിംസ് ജോൺ കോഴിമലയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന ഫാദർ ലൂക്കാസ്, who is very familiar to us, who is serving St. Joseph Church in Upton, and who kindly agreed to come and join with us for our Christmas celebration. So, give him a big clap, and Father Lucas, please come. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ജെയിംസ് അച്ഛൻ, പിന്നെ നമ്മുടെ ട്രസ്റ്റീസ് ബിജു ജോസഫ് പള്ളിയാർ ആൻഡ് സാജു ജോസഫ്, പ്ലീസ് കം. അടുത്തത് എന്താ പറയുക, ഏതൊരു നല്ല തുടക്കവും നമുക്ക് ദൈവാനുഗ്രഹം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു നല്ല ഈശ്വര പ്രാർത്ഥനയോടെ, നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഈശ്വര പ്രാർത്ഥന അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം നമ്മുടെ ഈ സെലിബ്രേഷൻ. സോ ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് let me welcome two little sisters for the prayer song, Joel Merin Joseph and Sarah Merin Joseph, please. Thank you. ഒത്തിരി സ്വീറ്റ് ആയിരുന്നു അല്ലേ? ഒരു പ്രയർ സോങ്ങിൽ നമ്മൾ ഒരിക്കലും പറയരുതാത്താണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ജോലും സാറേയും വളരെ നന്നായിരുന്നു, അപ്പോൾ ഒത്തിരി നന്ദി. So we are moving on to the main program. For a welcome speech, may I ask Biju Joseph, the trustees of St. Joseph Mission Vera, please come forward. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒത്തിരി വൈകി
നമുക്കറിയാം എല്ലാവർക്കും സ്നോയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, കുട്ടികൾ പുറത്തേക്ക് നിങ്ങൾ പോകാണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. സ്നോയിൽ പുറത്തേക്ക് പോയി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രീറ്റ്മെൻറ്റ് കിട്ടും, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ എൻ്റെ കത്തോലിക്കിലേക്ക് ഇറങ്ങാറുണ്ട്. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ ജെയിംസ് കോഴിമലച്ചനെ നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇടവകയുടെ പേരിൽ. അതുപോലെ തന്നെ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ മലയാളം കുർബാന നടന്ന അപ്റ്റൺ സെന്റ് ജോസഫ് ചർച്ചിലെ വികാരിയച്ഛൻ ഫാദർ ലൂക്കാസ്, അന്നുണ്ടായിരുന്ന എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ ഒരു വീട്ടിലെ ഒരംഗത്തെ പോലെ എന്ത് കാര്യത്തിനും ആളെ വിളിച്ചാലും പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാത്തിനും ആള് വരും. ഇപ്പൊ ഈ ആഘോഷത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബിജു 2 ദിവസം മുമ്പ് ഒരു മെസ്സേജ് ഇട്ടേക്ക് ഞാൻ എന്തായാലും എത്തിയിരിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ആള് കൃത്യസമയത്ത് എത്തി. പിന്നെ വേറൊരു കാര്യം, അച്ഛൻ ഇവിടെ നിന്ന് മാറിപ്പോകാണ്. അച്ഛൻ ഈ വർഷം ഏപ്രില് അച്ഛൻ ഇവിടുന്ന് കെനിയയിലേക്ക് സ്ഥലം മാറിപ്പോകാണ്. അങ്ങനെ ഒരു വിഷമമുണ്ട് നമുക്ക്. അപ്പൊ അച്ഛനെയും നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെയുള്ളത് ട്രസ്റ്റിമാരാണ്. ഇന്ന് ഞാനുണ്ട്, സാജുണ്ട്, സാബുവിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, അത് ഹോസ്പിറ്റലാണ്. എന്നിരുന്നാലും ട്രസ്റ്റിമാരെല്ലാവരെയും നമ്മുടെ ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു, എവിടെയും പ്രധാനപ്പെട്ടത്. പിന്നെയുള്ള പാരിഷ് കമ്മിറ്റി മെമ്പേഴ്സ്, ആ പാരിഷ് കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന യൂണിറ്റ് ലീഡേഴ്സ്, വുമൺ ഫോറം, മെൻസ് ഫോറം, SMYM, കാറ്റീസം, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെയുള്ളത്, നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മളൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. ആ പ്രോഗ്രാം കമ്മിറ്റി ഞാൻ ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാ ഇടവക അംഗങ്ങളെയും, അതിലുപരി നമ്മുടെ ഇടവകയിൽ അല്ലാത്ത കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരെ എല്ലാവരെയും, നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ സെന്റ് ജോസഫ് ഇടവകയുടെ പേരിൽ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു വിജു, താങ്ക് യു ഫോർ യുവർ വെൽക്കം സ്പീച്ച്. അപ്പം എല്ലാവരും വെൽക്കം ആയിരിക്കുകയാണ്. നമ്മൾ ഇനി മുന്നോട്ട് വരികയാണ്. I think it's time for welcoming our Santa to celebrate the celebration with us. So everybody, we are going to sing and welcome our Santa onto the stage or to join the sing, clap and dance. So we have our special guest here, or Santa's here. So അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ക്രിസ്മസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സാന്റ ഉണ്ട്, ഫാദർ ലൂക്കാസ്, ഫാദർ ജെയിംസ് ജോർജ്, നമ്മുടെ ട്രസ്റ്റീസ്. അങ്ങനെ ഔദ്യോഗികമായിട്ട് നമ്മൾ നമ്മുടെ 2024 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
Thank you, Santas, for joining with us for our Christmas celebration. So, എന്താ പറയണേ, കുറെ ക്രിസ്മസ് മെസ്സേജ്, ഒരു നല്ല ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജെയിംസ് ജോൺ ബോഡിമലെ ക്ഷണിക്കുന്നു. Dear respected Reverend Father Lucas, സ്നേഹബഹുമാനപ്പെട്ട കൈകാരന്മാരെ, സ്നേഹമുള്ള പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, കുടുംബകൂട്ടായ്മ ലീഡേഴ്സ്, വിവിധ പൈസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവതിവാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സെൻറ് ജോസഫ് മിഷനേഴ്സിൻ്റെ സോളും ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനും നമ്മുടെ ന്യൂ ഇയറും ഒന്നു ചേർന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിവസം, ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് നമ്മുടെ ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ പാരിഷ് സംഘങ്ങളും വിവിധ കമ്മിറ്റികളും കുടുംബ കൂട്ടായ്മ ലീഡേഴ്സും വൈസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാവരും മാതാപിതാക്കൾ, യുവതിവാക്കൾ, കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് കൈകോർത്തതുകൊണ്ടാണ് നമുക്ക് മനോഹരമായിട്ട് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ എല്ലാം കഠിനാധ്വാനത്തെ നന്ദിയോടെ ഓർക്കുകയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ ജന്മസമയത്ത് മാലാഖമാര് പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വമാണ്. ഭൂമിയിൽ എല്ലാവർക്കും സമാധാനത്തിൻ്റെ ആ ഒരു അനുഭവമാണ് ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുക. ആ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഈ 2025 അനുഭവിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആ ഒരു ജനനവും മനുഷ്യാവതാരവും നമുക്ക് വേണ്ടി ഉള്ള ആ ഒരു ബലിയും ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹവും അനുഭവിക്കുവാൻ ക്രൈസ്തവരായി നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ലേഖ നമ്മളോട് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രൈസ്തവരെ നിങ്ങൾ ക്രിസ്തുവിൽ അഭിമാനിക്കണം. നമുക്ക് ക്രിസ്ത്യാനി എന്ന ഒരു ഐഡന്റിറ്റി നൽകിയത് ക്രിസ്തുവാണ്. നമ്മൾ ഈ രാജ്യത്തിൽ ഒരു പൗരത്വം നേടുവാൻ അത്രമാത്രം കഷ്ടപ്പെടും. എന്നാൽ സ്നേഹമുള്ളവരെ, കർത്താവ് കുരിശില് ബലിയായി സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും പൗരത്വം നേടിത്തരുവാൻ ഈ ക്രിസ്തുവിന്റെ ക്രിസ്മസിന് സാധിച്ചു എന്നുള്ളതാണ് ക്രൈസ്തവർക്ക് എന്നും അഭിമാനവും ആഘോഷവുമായി മാറുക. നമ്മൾ പഴയ നിയമത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തോട് കർത്താവ് എപ്പോഴും തിരുനാളുകൾ ആഘോഷിക്കണമെന്ന് പറയുമായിരുന്നു. നമ്മുടെ ഈ ഭൂമിയിലെ കഷ്ടപ്പാടിന്റെയും ടെൻഷന്റെയും ലൈഫിനിടയിൽ നമ്മുടെ ഈശോയുടെ ജന്മത്തിരുനാള് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല എങ്കിൽ ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ഒത്തുചേരലാണ് ഇന്നിവിടെ നടക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ആനന്ദത്തിന്റെയും നമ്മുടെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും നിമിഷങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചേർന്ന് ആനന്ദിക്കുവാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും, അങ്ങനെ ഇവിടുന്ന് നമ്മുടെ ആ ഒരു കൂട്ടായ്മ, ആ നമ്മളെ ഒന്നിപ്പിക്കുന്ന ആ ഈശോ എന്ന ആ ഒരു ആഴപ്പെട്ട സ്നേഹത്തിന്റെ കൂട്ടായ്മ ഒത്തിരിയേറെ വളരുവാൻ ഇന്നത്തെ ആഘോഷങ്ങളും ഇന്നത്തെ പ്രോഗ്രാമുകളും എല്ലാം അതിന് ഒതുകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാമിനെത്തിയ ബഹുമാനപ്പെട്ട ഫാദർ ലൂക്കോസ് അച്ഛൻ, he was sharing to me that 18 years he was serving in this UK. He is going back to his country, and also he was a great help for our community when we were celebrating our Holy Qurbana in St. Joseph Church. And he was telling that he was really very joyful moments with him, the community. He was sharing that they were giving very good tasty food, and also it was a good companionship with this community. So Father Lucas
presence in this celebration is a blessing for us. So we will pray God give more great angels so that he could serve in his country again and again, more people, and that way he will be a blessing for the whole world. And thank you once again for all the community here gathered here. We are very proud of you, dear Father Lucas, for giving us a church for celebrating our Holy Kurbana, and also with your joyful presence in the Sarava community is really a blessing for our Sarava community. Thank you, thank you. Thank you, Sita. Father Lucas, please give words for us. Okay, I'll try to say a few words. Long time no see. We haven't met like this for quite a while. I know it's a tradition around the year after Christmas to come together to celebrate our culture, the plays, the music, and everything. You have the food, especially. So, Father Roger told me to bring his regards because he's going to Bolivia tomorrow. So he needs to stay at home, get his things packed and organized, and rest. So he said he will not be able to join us this evening. And as you have heard already, I will be leaving the UK for good in April, at the end of April. So my bishop has said I should come back. So I cannot complain. After 18 years in the UK, it's a long, long time, and I can feel it in my head, in my heart, and in my body. That it's good to go. It's good to go home. My energy level is beginning to go down. I can feel the signs. I can see all the signs. Some of the aches I was not having 18 years ago, I'm beginning to have them here, there, and there. So the signs are coming, and it's good to recognize those signs and make a move. At home, the pace is slower, it's easier, and I can cope with that much better. So I'm grateful to God for my time here and my time with you people. The number alone. When you people were in St. Joseph, it was a smaller group, so we sent a number group because it was necessary to come to a bigger church, to Cavendish, which is a good thing. So growing, and God is giving us a lot of blessings and graces. Many children coming to the church, the community, the Indian community is growing, and you have priests who come to look after you like Father David. So let the community continue to grow strong. Let God continue to bless you. So I'm looking forward to my 40th anniversary celebration, which will be on the 26th, Saturday 26th of April. I'll give an invitation to the Indian community. The number will be limited, those who will be invited to attend. Then you will get the representative group to represent your community for that celebration. Saturday 26th, 12 o'clock, the mass starts. And then a day or two after that, I should be out. Before the end of April, I should be out of the UK. So thank you very much for all what you have been to me. And I'm also sure that I gave my little contribution to building our community. And a lot of the faces I know, the children, the dads, the moms, those who are serving at Mass for me, and I've seen some who were born and were grown and are big at college already. The girls at Upton College. I came with some of them at the same time in St. Joseph. I've seen them go from Form 1, Class 1 to Upper 6.
So we are all graduating at the same time, and it's lovely to be with you people. So thank you very much. Thank you, Father Olga. Thank you very much for joining us and sharing some of your experience, what you shared with our community, and after all that, all the nice words. Thank you. Thank you. Good. Just want to say thank you for inviting me along tonight and my colleagues. One thing that has struck me throughout the whole evening is the joy of celebration of family. And that is what we remember at Christmas time. Jesus was born into a human family and shared the joy of God's life with us. So thank you tonight for sharing that joy with us all. And we pray that the joy that we celebrate tonight with God with us will give us joy, strength throughout this year to come, to live, to share that joy of the gospel. Thank you, and God bless you all and your families. Thank you. You're all here again, again this evening. It's always Christmas always kind of one of those times where it's just really nice to celebrate. And I just love the picture behind me. By the way, for you can see it, yeah? Just because you see Mary and Jesus as a young family, as one sort of like, as it brings home that dynamism that actually they face just what each one of us faces in our own families, with those joys, those struggles, those great moments of joy and celebration as well. It's lovely to sort of be here and to have that joy here this evening with you all. God bless you and enjoy the rest of the evening and of Christmas. Thank you very much, Father Michael. Thank you, each one of you, for inviting us for this Christmas celebration. As Father Canon Neil and Michael said, what this evening shows is the spirit of the family. We have the Christmas, family coming together, and now again we come together as a family of the parish. And we look forward to this family spirit throughout this year and wish you all a happy new year.